വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. ഇതാണ് നമ്മുടെ ഹണ്ടർ ആൻഡ് ദിസ് ഈസ് ഓക്കെ ഗൈസ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു അറൗണ്ട് ഒരു 6700 കിലോമീറ്റർ ഒരു റൈഡ് പോയായിരുന്നു. അപ്പം അന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു ഹണ്ടറായിരുന്നു. അപ്പോൾ ഈ ഒരു ഹണ്ടറിനെ കുറിച്ച് ഒരു കുഞ്ഞ് റിവ്യൂ ആണ്. ഇപ്പം ഇവനാണെങ്കിൽ സേഫ് ആയിട്ട് നമുക്ക് പോകാനും പറ്റി, അതിന് മൈലേജും കിട്ടിയിട്ടുണ്ടായിരുന്നു അത്യാവശ്യം. ഒരു 45-40 സംതിങ് കിട്ടിയല്ലായിരുന്നു. 40-45 പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. പക്ഷേ 60 km/h മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നല്ല ഹെയർ പിന്നൊക്കെ കെയർ ചെയ്യായിരുന്നു. അതായത് എത്ര രൂപയ്ക്ക് നമ്മൾ അറിയാം നമ്മൾ പെട്രോൾ അടിച്ചത്? അറൗണ്ട് ഒരു 2000 സംതിങ് അത്ര വരുള്ളൂ. 2000 സംതിങ് അടിച്ചായിരുന്നു. നമ്മൾ പോയിട്ട് കറക്റ്റ് 2700 കിലോമീറ്റേഴ്സിനകത്ത് കവർ ചെയ്യുകയും ചെയ്തു നമ്മളിവരെ വെച്ച്. യെസ്. ഇപ്പോൾ മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇവൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ടയറൊക്കെ ഇച്ചിരി ഇതായിരുന്നു, ഗ്രിപ്പൊക്കെ പോയി. കാരണം പുള്ളിക്കാരായി വക്കീലാണ്. പുള്ളിക്കാരെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മുടെ അടുത്ത് നമ്മൾ ഫ്രണ്ട്സാണ്. അവൻ്റെ ആരാണ്? അനിയനല്ലേ? യെസ്. അതെ. ഓക്കെ ഗൈസ്. അപ്പം ഇത്രയും ഒരു മീൻസ് ഞങ്ങൾ യാത്രയിൽ വേറെ ഒരു അപകടങ്ങളോ ഒന്നും വന്നില്ല. പക്ഷേ ഞങ്ങൾ കുറേ ഡെത്ത് ഞങ്ങൾ ഫേസ് ചെയ്തായിരുന്നു. കുറേ അപകടങ്ങളായാലും കുറേ എന്താ പറയുക ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ടും ദൈവത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങും ആ ഒരു കാരണം കൊണ്ട് ഇവനും ഞങ്ങളെ ചതിച്ചൊന്നും ഇല്ലായിരുന്നു. ഇവനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ? ക്ലൈമറ്റ് ഒക്കെ നല്ല നമുക്ക് സ്ട്രഗിളിംഗ് ആയിരുന്നു, മഴയായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്താണ് ആദ്യം നന്ദി പറയുന്നത്. അതെ. വണ്ടി പിന്നെ നമ്മളെ ബാക്കി ഹെൽത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. അതെ. അപ്പം അത്രയും സ്ട്രഗിൾ ചെയ്തൊക്കെയാണ് ആ ഒരു യാത്ര ഞങ്ങൾ ചെയ്തത്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ ഞങ്ങൾ ഇനി പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അത്രയ്ക്ക് സത്യം പറഞ്ഞാൽ ഈ മീൻസ് ഇത്രയും നാളത്തെ ഒരു യാത്ര വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൽ നിന്ന് കിട്ടിയത്. കാര്യം നിങ്ങളെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ ഈ അത്രയും സ്ട്രഗിളിങ് അനുഭവിക്കും. കാരണം കുറേ പേര് നമ്മുടെ അടുത്ത് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ സേഫ് ആണോ ഗൈസ്, എങ്ങനെയാണ് കാര്യങ്ങൾ, രണ്ടുപേരും ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് വളരെ നന്ദിയുണ്ട് ഗൈസ്. എല്ലാവർക്കും നമ്മളൊന്ന് അന്വേഷിച്ചല്ലോ അല്ലേ പ്രിയോ? യെസ്, താങ്ക് യു സോ മച്ച്. ആൻഡ് എന്നെ പറയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക, നമ്മളിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ സംഭവം നമ്മളൊന്നും ആയിട്ടില്ല. എന്നാലും ഇങ്ങനെ കുഞ്ഞ് ചെറിയ രീതിയിലേ നമ്മൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ നിലവിലിപ്പോൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ടൈം, ആ ഫ്രീ ടൈമാണ് ഞങ്ങളത് കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ ഇതിന് വേണ്ടിയൊക്കെ ഇറങ്ങുന്നത്. സോ എനിവേ എന്തായാലും ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങൾക്കും കൂടെ കാണിച്ചു തന്ന് അതിൻ്റെ സന്തോഷം നിങ്ങളും കൂടെ ആയിട്ടൊന്ന് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ മാക്സിമം നോക്കുന്നത്. അതുപോലെ ഗൈസ് നിങ്ങൾക്ക് ഇനി ഉടനെ ഒരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വർഷത്തിനകത്ത് വലിയൊരു ട്രക്കിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ പബ്ലിക്കായിട്ട് നമ്മൾ വിളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ റിയോ അല്ലേ അറിയോ? യെസ്, ദാറ്റ്സ് ഗൈസ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും മെസ്സേജ് അയച്ചിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അത് നമ്മളെ പാക്കേജാണ്, നമുക്കൊരു ലാഭം ഇല്ലാത്ത പാക്കേജ് വേണം. ഓക്കെ ഗൈസ്, നമ്മളെ കൂടെ എല്ലാവരും വരിക, അവരെ ആഗ്രഹങ്ങളുള്ളത്. അതെ, ഒരു ബിഗ് ട്രക്കിംഗ് ആയിരിക്കും. യെസ് ഗൈസ്. അപ്പോൾ എനിവേ എന്തായാലും ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ മഴ ചെറിയൊരിത്, പക്ഷേ ഈ മഴയൊന്നും പെയ്യത്തില്ല. ഇതിൽ ഏറ്റവും എടുത്ത് പറയാനുള്ള ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് മീൻസ് എന്താ പറയുക പോകുന്നത് ഭയങ്കര മഴയായിരുന്നു. അതായത് ഇവിടെ നിന്ന് ഞങ്ങൾ പോകുന്നത് വരെ നല്ല മഴയായിരുന്നു. ഞങ്ങളിവിടെ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചിങ്ങെത്തി തലേ ദിവസം തൊട്ട് ഇവിടെ മഴയേ ഇല്ല അല്ലേ? ആക്ച്വലി സത്യം പറഞ്ഞ അതാണ്. ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു എന്താ പറയുക ഒരു സ്ട്രഗിളിങ് ആയിട്ട് നമുക്ക് തോന്നിയല്ലേ? അതായത്